നമസ്കാരം. യശ്രീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെം 4 ഹിസ്റ്ററിയിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലോ അതുപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിലോ ഒക്കെ യശ്രീ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നമ്മളതിനെ നാം എന്നാണ് പറയാനുള്ളത്. NAM, നാം. നാം എന്താണ്? നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. എന്താണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് നോക്കാം. നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി മറ്റ് പവർഫുൾ കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്? The NAM is an international forum of 120 developing countries that believe in the idea of non-alignment with the major power blocs. നാം എന്ന് പറയുന്നത് 120 ഡെവലപ്പിംഗ് കൺട്രീസ് ഉൾപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ഫോറമാണ്. അവരുടെ സെൻട്രൽ ഐഡിയ എന്ന് വെച്ചാൽ എന്താണ്? നോൺ അലൈൻമെന്റ് വിത്ത് ദ മേജർ പവർ ബ്ലോക്സ്. മേജർ പവർ ബ്ലോക്സുമായിട്ട് നോൺ അലൈൻഡ് ആയിട്ടിരിക്കുക എന്ന ആ ഒരു സെൻട്രൽ ഐഡിയയിൽ വിശ്വസിച്ചുകൊണ്ട് 120 ഡെവലപ്പിംഗ് കൺട്രീസ് ഉൾപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ഫോറമാണ് നാം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1961 ഇൻ ബെൽഗ്രേഡ്, ഫോർമർ യൂഗോസ്ലാവിയ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ then Indian Prime Minister Pandit Jawaharlal Nehru, President of Egypt Gamal Abdel Nasser and the President of Yugoslavia Josip Broz Tito. നാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1961 ബെൽഗ്രേഡിലാണ്. ബെൽഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫോർമർ യുഗോസ്ലാവിയ ആണ് കേട്ടോ. അപ്പോൾ 1961 ബെൽഗ്രേഡിലാണ് നാം എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ആരുടെയൊക്കെ ലീഡർഷിപ്പിലാണ്? ദ then ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഓഫ് ഈജിപ്റ്റ് ഗമാൽ അബ്ദൽ നാസർ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് യുഗോസ്ലാവിയ ജോസിഫ് ബ്രോസ് ടിറ്റോ. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദൽ നാസർ, യുഗോസ്ലാവിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോസിഫ് ബ്രോസ് ടിറ്റോ എന്നിവരുടെ ലീഡർഷിപ്പിലാണ് നാം 1961 ബെൽഗ്രേഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ദ ഡീകോളനൈസേഷൻ പ്രോസസ്, മെനി കൺട്രീസ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഫെൽറ്റ് ദ നീഡ് ഫോർ എ സ്ട്രോങ് മൂവ്മെന്റ് ടുവേർഡ്സ് സെക്യൂറിംഗ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് സെക്യൂരിറ്റി ഫോർ ഓൾ കൺട്രീസ്. സെക്കൻഡ് വേൾഡ് വാറിന്റെയും അതുപോലെ ഡീകോളനൈസേഷൻ പ്രോസസ്സിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒരുപാട് ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടെ പീസും പ്രോസ്പെരിറ്റിയൊക്കെ സെക്യൂർ ചെയ്യാനും അതുപോലെ എല്ലാ രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആവശ്യമാണെന്ന് അവർക്ക് തോന്നി. എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിന്റെയും അതുപോലെ ഡീകോളനൈസേഷൻ പ്രോസസ്സിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലേക്ക് ഒരുപാട് ഡെവലപ്പിംഗ് കൺട്രീസ് അവർക്ക് എന്ത് ഫീൽ ചെയ്തു? പീസ് സെക്യൂർ ചെയ്യാനും അതുപോലെ പ്രോസ്പെരിറ്റി സെക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആവശ്യമാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തു. ദിസ് വാസ് വെൻ ദ വേൾഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു 2 പവർ ബ്ലോക്സ്, ദാറ്റ് ഓഫ് ദ USA ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ, എസ്പെഷ്യലി ആഫ്റ്റർ ദ സൈനിങ് ഓഫ് ദ നാറ്റോ ആൻഡ് ദ വാർസോ പാക്ട്. അപ്പോൾ എപ്പോഴാണ് അവർക്കിത് ഫീൽ ചെയ്തത്? ലോകം 2 പവർ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോൾ. ഏതൊക്കെയാണ് 2 പവർ ബ്ലോക്സ്? USAയും സോവിയറ്റ് യൂണിയനും. അപ്പോൾ വേൾഡ് 2 പവർ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ആ ഒരു സാഹചര്യം, USAയും സോവിയറ്റ് യൂണിയനും എന്ന 2 പവർ ബ്ലോക്സ് ആയിട്ട് വേൾഡ് ഡിവൈഡ് ചെയ്യപ്പെട്ടു. എപ്പോഴാണ്? നാറ്റോയും വാർസോ പാക്റ്റും ഒക്കെ സൈൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇവർ 2 പവർ ബ്ലോക്സ് ആയിട്ട് മാറിയതല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആവശ്യമാണ് എന്നുള്ള ആ ഒരു ആവശ്യകത മനസ്സിലായത്. മോസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് ഫെൽറ്റ് ദ നീഡ് ഫോർ മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ വിത്ത് റെസ്പെക്ട് ടു നോട്ട് ഫോർമലി അലൈൻഡ് വിത്ത് ഓർ എഗെയിൻസ്റ്റ് എനി ഓഫ് ദ പവർ ബ്ലോക്സ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിനും എന്താണ് ഫീൽ ചെയ്തത്? ഒരു മ്യൂച്വൽ കോപ്പറേഷന്റെയും അതുപോലെ കോർഡിനേഷന്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഈ 2 പവർ ബ്ലോക്സിലും നോൺ അലൈൻഡ് ആയിട്ട് നിൽക്കണം. അതിനു വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഒരു മ്യൂച്വൽ കോപ്പറേഷനും
കോർഡിനേഷനും ഒക്കെ ആവശ്യമാണ് എന്നുള്ള ആ ഒരു ആവശ്യകത എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി. ദ കൊളാപ്സ് ഓഫ് കൊളോണിയലിസം ആൻഡ് ദ കോൾഡ് വാർ ലെഡ് ടു ദ നീഡ് ഫോർ ഇംപ്രൂവ്ഡ് കോർഡിനേഷൻ എമംഗ് ദ ഗ്ലോബൽ സൗത്ത്. ഇപ്പോൾ കൊളോണിയലിസത്തിന്റെ കൊളാപ്സും അതുപോലെ കോൾഡ് വാറും ഒക്കെ ഗ്ലോബൽ സൗത്തിൽ ഒരു ഇംപ്രൂവ്ഡ് കോർഡിനേഷൻ അതിലേക്ക് നയിച്ചു. ഞാൻ ഒന്നും കൂടെ പറയാം. കൊളോണിയലിസത്തിന്റെ കൊളാപ്സും അതുപോലെ കോൾഡ് വാറും ഒക്കെ ഗ്ലോബൽ സൗത്തിൽ ഒരു ഇംപ്രൂവ്ഡ് കോർഡിനേഷന്റെ ആവശ്യകതയിലേക്ക് നയിച്ചു. അപ്പോൾ ഇതാണ് നാം എന്ന് പറയുന്നത്. നാമിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ നാം 120 ഡെവലപ്പിംഗ് കൺട്രീസ് ഉൾപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ഫോറമാണ്. 1961 ബെൽഗ്രേഡിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ആരുടെയൊക്കെ ലീഡർഷിപ്പിൽ? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഓഫ് ഈജിപ്റ്റ് ഗമാൽ അബ്ദൽ നാസർ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് യുഗോസ്ലാവിയ ജോസഫ് ബ്രോസ് ടിറ്റോ. എപ്പോഴാണ് ഇവർ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വേൾഡ് 2 പവർ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോൾ, USA, സോവിയറ്റ് യൂണിയൻ എന്ന 2 പവർ ബ്ലോക്സ് ആയിട്ട് വേൾഡ് ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയൊക്കെ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസിനും ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആവശ്യമാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടായത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാം ഫംഗ്ഷനിങ്, അതായത് ഫങ്ഷൻസ് ഓഫ് നാം. നാം ഡസ് നോട്ട് ഹാവ് എ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓർ എ ഫോർമൽ ഹൈറാർക്കി. നാമിന് ഒരു പെർമനന്റ് സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഹൈറാർക്കിയോ ഇല്ല. ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റൊട്ടേഷണൽ ആൻഡ് നോൺ ഹൈറാർക്കി. നാമിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണലും അതുപോലെ നോൺ ഹൈറാർക്കിയലുമാണ്. നാം ടേക്സ് ഡിസിഷൻസ് ബൈ കൺസെൻസസ് വിച്ച് നീഡ് നോട്ട് ബി യൂണിവേഴ്സൽ ബട്ട് ഓൺലി റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ എഗ്രിമെന്റ്. അപ്പൊ നാം എങ്ങനെയാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്? കൺസെൻസിലൂടെയാണ്. അപ്പൊ പൊതുസമ്മതം നോക്കിയിട്ടാണ് നാമിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അത് യൂണിവേഴ്സൽ ആകണമെന്ന് നിർബന്ധമില്ല. അതിന് ആകെ ആവശ്യമുള്ളത് ഒരു സബ്സ്റ്റാൻഷ്യൽ എഗ്രിമെന്റ് ആണ്. ഇറ്റ് ഹാസ് എ കോർഡിനേറ്റിംഗ് ബ്യൂറോ വിച്ച് ഈസ് ബേസ്ഡ് അറ്റ് ദ UN ഇൻ ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ നാമിനൊരു കോർഡിനേറ്റിംഗ് ബ്യൂറോ ഉണ്ട്. അത് എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? UN ഇൻ ന്യൂയോർക്ക് സിറ്റി. അവിടെ ബേസ് ചെയ്തിട്ടാണ് നാമിന്റെ കോർഡിനേറ്റിംഗ് ബ്യൂറോ പ്രവർത്തിക്കുന്നത്. നാം മീറ്റ്സ് എവറി 3 years അറ്റ് ദ നാം സമ്മിറ്റ് കോൺഫറൻസ് ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. നാം ഓരോ 3 വർഷത്തിലുമാണ് മീറ്റ് ചെയ്യുന്നത്. എവിടെ വെച്ച്? നാം സമ്മിറ്റ് കോൺഫറൻസ് ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നാം ഓരോ 3 വർഷത്തിലുമാണ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അറ്റ് ദ സമ്മിറ്റ് എ ചെയർ ഈസ് ചൂസൺ വിച്ച് ഈസ് എ പോസ്റ്റ് ഹെൽഡ് ഫോർ 3 years. അപ്പോൾ നാമിന്റെ 3 വർഷം കൂടുമ്പോഴാണ് നാമിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു, നാമിന്റെ സമ്മിറ്റ് നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ സമ്മിറ്റിൽ വെച്ച് ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കും. ആ പോസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കായിരിക്കും. അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കായിരിക്കും. ഇൻ നാം എവരി മെമ്പർ കൺട്രി ഹാസ് ഈക്വൽ വെയിറ്റ്. അപ്പോൾ നാമിൽ എല്ലാ മെമ്പർ കൺട്രീസിനും ഈക്വൽ വെയിറ്റ് ആണുള്ളത്. അപ്പോൾ ഈക്വൽ പവേഴ്സ് ആണ് ഉള്ളത്. ദ കറന്റ് ചെയർപേഴ്സൺ ഓഫ് നാം ഈസ് ഇൽഹാം അലിയേവ്, ദ പ്രസിഡന്റ് ഓഫ് അസർബൈജാൻ. ഹി ഹോൾഡ്സ് ദ പോസ്റ്റ് ടിൽ 2022. അപ്പോൾ നാമിന്റെ കറന്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇൽഹാം അലിയേവ് ആണ്. അദ്ദേഹം ആരാണ്? അസർബൈജാന്റെ പ്രസിഡന്റ് ആണ്. 2022 വരെ അദ്ദേഹം ആ പദവിയിൽ തുടരും. അപ്പോൾ നാമിന്റെ കറന്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ഇൽഹാം അലിയേവ് ആണ്. അദ്ദേഹം അസർബൈജാന്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ 2022 വരെ അദ്ദേഹം ആ പദവിയിൽ തുടരും. അപ്പോൾ നാമിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നാമിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റോ ഫോർമൽ ഹൈറാർക്കിയോ ഇല്ല. അതുപോലെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണലും നോൺ ഹൈറാർക്കിയലുമാണ്. നാം ഡിസിഷൻസ് ഒക്കെ പൊതുസമ്മത പ്രകാരമാണ് എടുക്കുന്നത്. അതായത് യൂണിവേഴ്സൽ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു സബ്സ്റ്റാൻഷ്യൽ എഗ്രിമെന്റ് ആയാലും മതി. അതുപോലെ നാമിന്റെ ഒരു കോർഡിനേറ്റിംഗ് ബ്യൂറോ UN ബേസ് ചെയ്തിട്ട് ന്യൂയോർക്ക് സിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ 3 വർഷത്തിലും നാം സമ്മിറ്റ് നടക്കുന്നു. ആ സമ്മിറ്റിൽ വെച്ച് 3 വർഷത്തേക്ക് ഒരു ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെടുന്നു. 3 വർഷം വരെ അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാനായിട്ട് സാധിക്കും. നാമിൽ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ പവർ ആണുള്ളത്, ഈക്വൽ വെയിറ്റ് ആണുള്ളത്. ഇപ്പോഴത്തെ നാമിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അസർബൈജാന്റെ പ്രസിഡന്റായ ഇൽഹാം അലിയേവ് ആണ്. അദ്ദേഹം 2022 വരെ ഈ പദവിയിൽ തുടരുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നാം മെമ്പർ കൺട്രീസ്. ഏതൊക്കെ കൺട്രീസ് ആണ് നാമിൽ ഉള്ളത്?
There are currently 120 member countries in the NAM. India is a founding member of the organization. ഇപ്പോൾ കറന്റ്ലി 120 മെമ്പർ കൺട്രീസ് ആണ് നാമിലുള്ളത്. ഇന്ത്യ നാമിന്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പറാണ്. അവർ നൈബേഴ്സ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആർ ആൾസോ മെമ്പേഴ്സ്. നമ്മുടെ നൈബർ കൺട്രീസ് ആയ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ ഇവരൊക്കെ നാമിന്റെ മെമ്പറാണ്. ചൈന ഹാസ് ഒബ്സർവർ സ്റ്റാറ്റസ്. ചൈനയ്ക്ക് ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഓൾ ആഫ്രിക്കൻ കൺട്രീസ് എക്സെപ്റ്റ് വെസ്റ്റേൺ സഹാറ ആൻഡ് സൗത്ത് സുഡാൻ ആർ മെമ്പേഴ്സ് ഓഫ് നാം. വെസ്റ്റേൺ സഹാറയും സൗത്ത് സുഡാനും ഒഴികെയുള്ള എല്ലാ ആഫ്രിക്കൻ കൺട്രീസും നാമിന്റെ മെമ്പേഴ്സ് ആണ്. ഇൻ ദ അമേരിക്കാസ് മെനി സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കൻ നേഷൻസ് ആർ മെമ്പേഴ്സ്. ഇനി അമേരിക്കാസിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലോ ഒരുപാട് സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കൻ നേഷൻസ് നാമിന്റെ മെമ്പേഴ്സ് ആണ്. എമംഗ് യൂറോപ്യൻ കൺട്രീസ് അസർബൈജാൻ ആൻഡ് ബെലാറസ് ആർ മെമ്പേഴ്സ് ഓഫ് നാം. അപ്പോൾ അസർബൈജാനും ബെലാറസും യൂറോപ്യൻ കൺട്രീസിൽ അസർബൈജാനും ബെലാറസും നാമിലെ മെമ്പേഴ്സ് ആണ്. ദെയർ ആർ മെനി ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ് ദാറ്റ് ആർ ഗിവൺ ഒബ്സർവർ സ്റ്റാറ്റസ്. അപ്പോൾ ഒരുപാട് കൺട്രീസിന് ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചൈനയ്ക്ക് ഒബ്സർവർ സ്റ്റാറ്റസ് ആണുള്ളതെന്ന് പറഞ്ഞു. സം ഓഫ് ദം ആർ ദ UN, ആഫ്രിക്കൻ യൂണിയൻ, അറബ് ലീഗ്, കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എക്സെട്ര. അപ്പോൾ ചൈന എന്ന് പറഞ്ഞ ഒരു കൺട്രിയാണ്. ഇവിടെ എന്താ പറയുന്നത് ഒരുപാട് ഓർഗനൈസേഷൻസിനും ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയുണ്ട്? UN ഉണ്ട്, ആഫ്രിക്കൻ യൂണിയൻ ഉണ്ട്, അറബ് ലീഗ്, കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഇവരൊക്കെ നാമില് ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള മെമ്പേഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇന്റർ കൺട്രി ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ദ UN. UN പുറത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്റർ കൺട്രി ഓർഗനൈസേഷൻ ആണ് നാം. അപ്പൊ ഇത്രയാണ് നാമിന്റെ ഫംഗ്ഷനിങ്, അതുപോലെ നാമിന്റെ മെമ്പേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാമിന്റെ ഒബ്ജക്റ്റീവ്സും ഇവല്യൂഷനും ആണ്. അതുപോലെ നാമിന്റെ പ്രിൻസിപ്പിൾസും പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാലൻസ് ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക്